വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ സ്വന്തം നഗരത്തിലേക്ക് എത്തിപ്പെട്ടിട്ട് അവിടെയുള്ള മനുഷ്യർക്ക് യേശുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നതും അവരുടെ വിശ്വാസക്കുറവ് മൂലം അധികം അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാതെ യേശുനാഥൻ പിൻവാങ്ങുന്നതുമാണ് നാം വായിക്കുക. 5-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് 2 വലിയ അത്ഭുതങ്ങളോടുകൂടിയാണ്. ജായിറൂസിൻ്റെ പുത്രിയെ ഉയർപ്പിക്കുന്നു. രക്തസ്രാവക്കാരിയായ ഒരു പെൺകുട്ടി വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം സൗഖ്യം പ്രാപിക്കുന്നു. ഈ 2 അത്ഭുതങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷത്തെ നാം ഒന്ന് നോക്കിക്കാണുമ്പോൾ ഏറെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ക്രിസ്തുവിനുണ്ടാകുന്നത്. തൻ്റെ ജനം, തൻ്റെ നാട്ടുകാർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ. യേശുനാഥൻ അത് വ്യക്തമായിട്ട് പറയുന്നു. സ്വജനങ്ങളുടെ മധ്യയാണ് ഒരു പ്രവാചകൻ അവഗണിക്കപ്പെടുക. പലപ്പോഴും ദൈവികമായ നന്മകളെയും ശക്തികളെയും കൂടെ നടക്കുന്നവർ മനസ്സിലാക്കാതെ പോകുന്നു. ദൈവത്തിൻ്റെതെന്ന് അവകാശപ്പെടുന്ന മനുഷ്യരും ദൈവത്തിൻ്റെ സ്വന്തമെന്ന് പറയുന്നവർക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ബൈബിളിൽ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. പഴയ നിയമം ഉടനീളം യഹോവയുടെ കഴിവ്, യഹോവയുടെ ശക്തി മറന്നുപോവുകയോ യഹോവയ്ക്കെതിരായി മറുതലിക്കുകയോ ചെയ്യുന്ന ജനത്തെയാണ് നാം കാണുക. ദൈവം ഈജിപ്തിൽ നിന്ന് വലിയ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടും ഒരു അല്പനേരത്തേക്ക് മോശയെ കാണാതാകുന്ന സമയത്ത് സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ഒരു സമൂഹമാണത്. അല്പനേരം കൊണ്ട് അവരുടെ മനസ്സ് മാറി. അവർ വിഗ്രഹങ്ങളിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിച്ചു. മരുഭൂമി യാത്രയിൽ ഉടനീളം ഈ തർക്കങ്ങളുണ്ട്, ഈ അവകാശവാദങ്ങളുണ്ട്. പലപ്പോഴും ദൈവത്തിനെതിരായ പിറുപിറുക്കലും ചോദ്യം ചെയ്യലുമൊക്കെ ഈ മരുഭൂമി യാത്രയിൽ സംഭവിക്കുന്നുണ്ട്. തുടർന്നും അങ്ങോട്ട് പ്രവാചകന്മാരുടെ എല്ലാവരുടെയും വലിയ രോദനവും വലിയ സങ്കടവും സന്ദേശവുമൊക്കെ തിരികെ വരുന്നതിന് വേണ്ടിയാണ്. ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും കാരണം അവർ ദൈവത്തെ മറന്നു കളഞ്ഞതാണ്, ദൈവത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ പോയതാണ്. എന്നാൽ പലപ്പോഴും മറ്റു മനുഷ്യരത് അംഗീകരിക്കുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും. സാമൂഹലിൻ്റെ 1-ാം പുസ്തകത്തിൽ 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഫിലിസ്ത്യർക്ക് യുദ്ധത്തിൻ്റെ മധ്യേ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരുന്നത് വലിയ ഭയമായി മാറുന്നത് അവിടെ കാണുന്നു. അവർ പറയുന്നത്, ഇവരുടെ കയ്യിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കുമെന്ന്. ഫിലിസ്ത്യർ ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ നിന്ന് ഒരു ജനതയെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഫറവോയെ നിലം പരിശാക്കി കൂട്ടിക്കൊണ്ടുവന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവർ ആ കൂടാരത്തിൽ അനുഭവിക്കുന്നത്. അതവരറിയുന്നുണ്ട്. അത്രയേറെ ശക്തമായൊരു സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഭയം കൊണ്ട് നിലവിളിക്കുന്നുണ്ട്. ഇത് മറ്റു മനുഷ്യർ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെതെന്ന് അവകാശപ്പെടുന്നവർ, ദൈവത്തെ അറിയുന്നവരെന്ന് അവകാശപ്പെടുന്നവർ പലപ്പോഴും ഇത് അറിയാതെ പോകുന്നു. നിനവേ നിവാസികളുടെ മാനസാന്തരത്തിൻ്റെ കഥ അതും ഇതുപോലെ തന്നെ സൗന്ദര്യമുള്ളതാണ്. കാരണം പ്രവാചകൻ ചെന്ന് അവിടെ മനുഷ്യരോട് അനുദപിക്കണമെന്ന് പറഞ്ഞു. അവർ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ച് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മനുഷ്യരായി മാറി. എന്നാൽ പ്രവാചകൻ ഇസ്രായേലിൽ നടന്ന് സംസാരിച്ച പ്രവാചകന്മാരെ പലപ്പോഴും അവർ കൊല്ലാനും ഇല്ലായ്മ ചെയ്യാനും പരിശ്രമിക്കുന്നത് നാം കാണുന്നു. പ്രവാചകന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം പറഞ്ഞു വെച്ചപ്പോൾ, ദൈവത്തിനെതിരായി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളെപ്പറ്റി പറഞ്ഞു വെച്ചപ്പോൾ അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ പ്രവാചകന്മാരെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. ദൈവത്തിൻ്റെ സ്വരം നിഷേധിക്കാനും ദൈവത്തിൻ്റെ സ്വരം ഇല്ലാതാക്കുവാനുമാണ് അവിടെ പലപ്പോഴും ശ്രമം നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ചരിത്രത്തിലുടനീളം കാണുന്ന ഒരു സവിശേഷത ഇവിടെ നമുക്ക് ഈ സുവിശേഷത്തോട് ചേർത്ത് തന്നെ മനസ്സിലാക്കാൻ പരിശ്രമിക്കണം. ദൈവം കൂടെ നടന്ന് ഒപ്പമായിരുന്ന് വളർത്തി പരിപാലിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂടെ നിന്നിട്ടും പലപ്പോഴും അവർ ആശ്രയിച്ചത് മറ്റു ദേവന്മാരെയാണ്, വിഗ്രഹങ്ങളെയാണ്. പലപ്പോഴും അവർ മറന്നു കളഞ്ഞത് കൂടെ നിൽക്കുന്നവൻ്റെ കഴിവിനെയാണ് അവർ അംഗീകരിക്കാതെ പോയത്. തങ്ങളോടൊപ്പം നടക്കുന്ന ദൈവത്തെ പലപ്പോഴും അവർ മറന്നു കളഞ്ഞു, നിഷേധിച്ചു കളഞ്ഞു. സ്വന്തം ജനത ക്രിസ്തുവിനെയും അംഗീകരിച്ചില്ല. അവർക്ക് പറയാനായി കാരണമുണ്ടായിരുന്നത് അവനെ അറിയാമെന്നുള്ളതാണ്. ഏത് രീതിയിൽ? ബാഹ്യമായി മാത്രം അവനെ അറിയാം. ബാഹ്യമായ കുറേ കാര്യങ്ങൾ കൊണ്ട് അവനെ അറിയാം. അവൻ്റെ
സുഹൃത്തുക്കളെ അറിയാം, അവൻ്റെ ബന്ധത്തിൽപ്പെട്ടവരെ അറിയാം, അവൻ്റെ മാതാപിതാക്കന്മാരെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ അവൻ പറഞ്ഞ വാക്കിൽ എവിടെ നിന്ന് ഈ അറിവെന്ന് അവർ അത്ഭുതപ്പെടുന്നു. തങ്ങൾ അറിയുന്ന ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ലഭിക്കാൻ പോകുന്നൊരു അറിവല്ല അവനുള്ളതെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ പറഞ്ഞ വാക്കിനെ നിഷേധിക്കാനാവാത്ത വിധം ദൈവികമായ ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ ആ വാക്കുകളുടെ അടിസ്ഥാനത്തിലല്ല ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചത്, മറിച്ച് അവരുടെ അറിവുകളിൽ നിന്ന് ക്രിസ്തുവിനെ വിലയിരുത്താനാണ് പരിശ്രമിച്ചത്. നമ്മുടെ അറിവുകളിൽ നിന്ന് നാം ദൈവത്തെ വ്യാഖ്യാനിക്കാനായി പലപ്പോഴും പരിശ്രമിക്കുന്നു. പലപ്പോഴും ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ സഭയെയോ സഭയുടെ കാഴ്ചപ്പാടുകളെയോ നിഷേധിക്കുന്ന മനുഷ്യർ ഈ ഭൗതികമായ ചുറ്റുവട്ടങ്ങളിൽ നിന്നാണ് ദൈവത്തെയും ദൈവികതയും തീരുമാനിക്കുന്നത്. ഭൗതികമായ കേവല അറിവിൽ നിന്ന് ദൈവമില്ല എന്നോ ദൈവികമായ കാര്യങ്ങളെല്ലാം പൊള്ളത്തരങ്ങളാണോ എന്ന് പറയാനായിട്ടാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നത്. കുറെ കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പരിശ്രമിക്കേണ്ടത്. കർത്താവ് നമ്മുടെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ അവൻ വള്ളം അല്പം കൂടി അകലേക്ക് മാറ്റിയിടാനായിട്ട് പറഞ്ഞുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നത് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇന്നും പലപ്പോഴും കൊണ്ടു നടക്കുന്നത് ഈ ബാഹ്യമായ കുറേ കാര്യങ്ങളിൽ ഒതുക്കി പിടിച്ചു, നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ബാഹ്യമായ കുറേ കാര്യങ്ങൾ ഒതുക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ഭക്തിയെയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയും കൊണ്ടു നടക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് ആഴങ്ങളിലേക്ക് ഇറങ്ങി വരാനാണ്. അവൻ്റെ വാക്കുകളുടെ ആഴത്തിലേക്ക് യാത്ര ചെയ്യുക, ചുറ്റുവട്ടങ്ങളിലേക്കല്ല, അവൻ്റെ വാക്കുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ജീവിതത്തിൽ ദൈവസാന്നിധ്യം അടയാളമായി അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നാം ആഴങ്ങളിലേക്ക് തന്നെ യാത്ര ചെയ്യണം, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക്. അവർ അത്ഭുതത്തോടുകൂടി പറഞ്ഞു, ഇതൊക്കെ ഇവന് എവിടെ നിന്ന് കിട്ടി. ഈ അത്ഭുതത്തോടുകൂടി പറഞ്ഞത് അതിൻ്റെ ആഴങ്ങളിലേക്ക് അവർ പോയില്ല. അവൻ്റെ വാക്കുകളിൽ അവർ അത്ഭുതപ്പെടുകയും അവനിൽ അവർ സംശയിക്കുമാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആഴപ്പെടാനായിട്ട് കഴിയണം. കുറെ കൂടിയൊക്കെ വചനം നമ്മുടെ ജീവിതത്തിന് ചൈതന്യമായി രൂപാന്തരപ്പെടണം. അത്ഭുതം കൂറുന്നതിന് വേണ്ടിയല്ല ബൈബിളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അത്ഭുതം കൂറുന്നതിന് വേണ്ടിയല്ല സഭ ഓരോ കാര്യം പഠിപ്പിക്കുന്നത്, മറിച്ച് അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും നിന്റെ ആത്മരക്ഷയ്ക്കും വേണ്ടിയാണ്. വചനം ഒന്നിനെയും ഒരാളുടെയും മുന്നിൽ എന്തിനെങ്കിലുമൊക്കെ സാധൂകരിക്കുന്നതിനോ ന്യായീകരിക്കുന്നതിനു വേണ്ടി മാത്രമായിട്ട് എടുത്തുപയോഗിക്കരുത്. വചനത്തിൻ്റെ പ്രഥമ ലക്ഷ്യം അത് നിന്റെ ആത്മരക്ഷയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവികമായ നന്മകൾ നിലനിൽക്കുന്നതിനും ആ നന്മയിൽ നിനക്ക് കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയുന്നതിനും വേണ്ടിയാണ് വചനം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനമായ ലക്ഷ്യം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവാനുഭവമാണ്. അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളുള്ളൂ. വചനം പഠിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല. വചനത്തിൽ നിന്ന് വലിയ കാര്യങ്ങളും വലിയ സത്യങ്ങളും ഗ്രഹിക്കുന്നത് അത് മോശമായ കാര്യമല്ല. പക്ഷേ അടിസ്ഥാനം മറന്നു കളഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്തിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല. യേശുനാഥൻ തൻ്റെ കൂടെ ആയിരിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ അടയാളങ്ങൾ പ്രവർത്തിക്കാനോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ കഴിയാതെ പിൻവാങ്ങുന്നതിന് കാരണം അവർക്ക് ഈ ആഴങ്ങളിലേക്കുള്ള യാത്ര ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. നമുക്ക് ഇത്രയേറെ ജീവിതത്തിൽ മുന്നോട്ട് പോയി വചനം വലിയ പഠന വിഷയമായി മാറുകയും ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും വചനം പ്രഘോഷിക്കപ്പെടുന്നു. വചനം അടിസ്ഥാനപരമായി നിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ രക്ഷയ്ക്കും വ്യക്തിജീവിതത്തിൻ്റെ ദൈവാനുഭവത്തിനും വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് കഴിയും.